हेलो एंड वेलकम बैक। हाल ही में हमने महाप्राण निराला जी की कविता भिक्षुक पर विचार विमर्श किया था। उनकी प्रमुख रचनाएं और मुक्त छंद की अवधारणा जो उन्होंने की उस पर हमने चर्चा की और भिक्षुक कविता। लेकिन मैंने उसका मलयालम वर्शन मैं देना छूट गया, मलयालम वर्शन देना। तो मैंने सोचा क्यों ना मलयालम वर्शन के लिए एक अलग वीडियो किया जाए, क्योंकि निराला जी हिंदी साहित्य के एक अमूल्य रत्न हैं। उनका जीवन परिचय और साहित्य के लिए उनका जो देन है वो अगर आप अपनी मातृभाषा में ना समझें तो ठीक नहीं होगा। तो इसलिए मैंने सोचा मलयालम के लिए एक अलग वर्शन ही कर दिया जाए। और जो हिंदी में देखना चाहते हैं वो कृपया पिछले वाले वीडियो को देख लीजिए, हमारे चैनल में अपलोडेड है। तो हम इस वीडियो को टोटली मलयालम में रखेंगे, क्योंकि साहित्यकार के जीवन परिचय से हमें बहुत कुछ सीखना भी है। उनकी रचनाओं पर जब चर्चा हो रही है तो बच्चों को आसानी रहती है अपनी भाषा में समझना। तो हम भिक्षुक कविता की ओर जाते हैं और साथ ही निराला जी के जीवन की प्रमुख जो घटनाएं हैं उस पर हम चर्चा करेंगे मलयालम में। सूर्यकांत त्रिपाठी निराला जी की कविता भिक्षुक। वह आता दो टूक कलेजे को करता, पछताता पथ पर आता। वह आता दो टूक कलेजे को करता, पछताता पथ पर आता। पेट पीठ दोनों मिलकर हैं एक, चल रहा लकुटिया टेक। पेट पीठ दोनों मिलकर हैं एक, चल रहा लकुटिया टेक। मुट्ठी भर दाने को भूख मिटाने को, मुट्ठी भर दाने को भूख मिटाने को, मुंह फटी पुरानी झोली का फैलाता, दो टूक कलेजे के करता, पछताता पथ पर आता। साथ दो बच्चे भी हैं सदा हाथ फैलाए, साथ दो बच्चे भी हैं सदा हाथ फैलाए। बाएं से वे मलते हुए पेट को चलते, बाएं से वे मलते हुए पेट को चलते, और दाहिना दाहिना दया दृष्टि पानी की ओर बढ़ाए। भूख से सूख ओठ जब जाते, दाता भाग्य विधाता से क्या पाते, घूंट आंसुओं के पीकर रह जाते। भूख से सूख ओठ जब जाते, दाता भाग्य विधाता से क्या पाते, घूंट आंसुओं के पीकर रह जाते। चाट रहे जूठी पत्तल, चाट रहे जूठी पत्तल वे सभी सड़क पर खड़े हुए, और झपट लेने को उनसे कुत्ते भी हैं अड़े हुए। ठहरो, अहो मेरे हृदय में है अमृत मैं सींच दूंगा, अभिमन्यु जैसे हो सकोगे तुम, अभिमन्यु जैसे हो सकोगे तुम, तुम्हारे दुख मैं अपने हृदय में खींच लूंगा। സൂര്യകാന്ത് ത്രിപാഠി നിരാല, അതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പോയറ്റ്. നിരാല അദ്ദേഹത്തിൻ്റെ പെൻ നെയിമായിരുന്നു, തൂലികാനാമം എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സൂരജ് കുമാർ എന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ അമ്മ സൂരജ് കുമാർ എന്നാണ് പേരിട്ടത്. പക്ഷേ നമ്മൾ കണ്ടുവരുന്നത് ഈ പഴയ പോയറ്റ്സ് എല്ലാം തന്നെ ബാല്യകാലത്തിൽ തന്നെ തൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി അവരുടെ പേര് തിരുത്തിക്കൊണ്ട് തന്നെ ചെയ്യാറുണ്ട്. ഹിന്ദി സാഹിത്യകാരന്മാരുടെ കാര്യത്തിൽ അത് ശരിയാണ്. നമ്മൾ സുമിത്രാനന്ദൻ പന്തിൻ്റെ കണ്ടു. അതുപോലെ തന്നെ സൂരജ് കുമാർ എന്ന ആ ബാലൻ തൻ്റെ പേര് സൂര്യകാന്ത് എന്ന് മാറ്റുകയുണ്ടായി. അതിനുശേഷം മത്വാല എന്ന അന്നത്തെ ഒരു മാഗസിനിൽ ആ മാഗസിൻ്റെ കൂടെ പ്രവർത്തിച്ചു തുടങ്ങിയപ്പം ഇദ്ദേഹം തൻ്റെ പെൻ നെയിം നിരാല എന്ന് മാറ്റി. പിന്നീട് നിരാലയാണ് നമ്മൾ അറിയപ്പെടുന്നത്, നിരാല എന്ന പേരാണ്. പക്ഷെ നിരാല വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ്. അപ്പോൾ സൂര്യകാന്ത് ത്രിപാഠി നിരാല,
ഇദ്ദേഹത്തിൻ്റെ പോയിട്രി ഭിക്ഷുക്കിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഭിക്ഷുക്ക് എന്ന് പറയുമ്പോൾ ഒരു യാചകൻ്റെ ഒരു മാനസികാവസ്ഥയും അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥയും ആ യാചകനെ കാണുമ്പോൾ നിരാലേക്കുണ്ടായ ഒരു വികാരം, ആ ഒരു സിമ്പത്തി, എമ്പത്തി, ഇതെല്ലാം കൂടെ ഉള്ള ഒരു കവിതയാണ് ഭിക്ഷുക്ക്. കവിത വളരെ സിമ്പിളാണ്, ഒരു ഭിക്ഷക്കാരൻ്റെ വർണ്ണനയാണ്. പക്ഷേ ഈ കവിതയുടെ ഇമ്പോർട്ടൻസ് അതിൽ ഒതുങ്ങുന്നതല്ല. ഈ കവിത എഴുതപ്പെട്ട കാലഘട്ടം 1920s 30s, ആ ഒരു കാലഘട്ടത്തിലെ ഇന്ത്യയുടെ പരിതാപകരമായ അവസ്ഥ വിളിച്ചോതുന്ന ഒരു കവിതയാണ് ഭിക്ഷുക്ക്. അപ്പം നമ്മൾ കാണേണ്ടത് ഇതിൻ്റെ ചെറിയൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടൂടെ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. നമ്മൾ ഇന്ത്യ ഒരു മുഗൾ വംശജർ ഭരിച്ചിരുന്ന സമയത്ത് നമ്മൾ സാഹിത്യ രംഗത്താണെങ്കിൽ കവികൾക്ക് അവരുടെ മുഗൾ ദർബാറിൽ, അവരുടെ രാജകൊട്ടാരത്തിൽ വളരെയധികം സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കവികൾ ചെയ്തിരുന്നത് മുഗൾ രാജാക്കന്മാരുടെ വീരശൂരത വർണ്ണിക്കുക, പിന്നെ നാരീ സൗന്ദര്യം, അവരുടെ റാണിമാരുടെ സൗന്ദര്യം വർണ്ണിക്കുക, ഇതിലൊക്കെയായിരുന്നു കവിത ഒതുങ്ങി നിന്നിരുന്നത്. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു തുടങ്ങി, നമ്മളെ അടിച്ചമർത്താൻ തുടങ്ങിയപ്പോൾ കുറേ പോയറ്റ്സ്, പ്രത്യേകിച്ച് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര പോലെയുള്ള പോയറ്റ്സ് എല്ലാം കൂടെ രാഷ്ട്രപ്രേം, നമ്മുടെ നേഷനെ പ്രതിയുള്ള നമ്മുടെ ഒരു കടമ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ കവിതയിൽ ഈ നാരീ സൗന്ദര്യം, സ്ത്രീ സൗന്ദര്യമൊക്കെ വിട്ടിട്ട് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ കവിതകൾക്ക് രാഷ്ട്രപ്രേം ഉളവാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി കവിതകൾ എഴുതാൻ തുടങ്ങി. പക്ഷേ പിന്നീട് അതിനുശേഷം ഈ ഛായാവാദ ട്രെൻഡ്, നമ്മളിപ്പോൾ ഈ നിരാലയെ സംസാരിക്കുമ്പം ഛായാവാദ് എന്തുവാന്ന് അറിഞ്ഞിരിക്കണം. ഈ ഛായാവാദി ട്രെൻഡിലേക്ക് വന്നപ്പം സംഭവിച്ചത്, ഈ മനുഷ്യൻ്റെ ഉള്ളിൽ നാരീ സൗന്ദര്യം, സ്ത്രീ സൗന്ദര്യം, പ്രകൃതി സൗന്ദര്യം ഇതൊക്കെ വർണ്ണിക്കണമെന്നുള്ളതൊരു സ്ഥായിയായുള്ളൊരു ഭാവമാണ്. പക്ഷേ ആ സാഹചര്യത്തിൽ ജനങ്ങൾ വളരെയധികം ഈ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ വീർപ്പുമുട്ടുന്ന സമയത്ത് കവികൾ ഇങ്ങനെ നാരീ സൗന്ദര്യവും സ്ത്രീ സൗന്ദര്യമൊക്കെ വർണ്ണിക്കുന്നത് വളരെ അരോചകമായ ഒരു സിറ്റുവേഷനായിരുന്നു. അത് സമൂഹം അംഗീകരിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ടൊരു മറ ഉപയോഗിച്ച് പോയറ്റ്സ് പ്രകൃതിയിൽ സൗന്ദര്യം കണ്ടുകൊണ്ട്, അതിൽ സ്ത്രീ സൗന്ദര്യം പ്രത്യേകിച്ചും കണ്ടുകൊണ്ട് കുറേ പോയിട്രീസ് എഴുതി. അതൊരു ട്രെൻഡായിട്ട് തന്നെ വന്നു. അപ്പോൾ ഇതെല്ലാൻ്റെ ഉത്ഭവം, ഇതിൻ്റെ തുടക്കം കൽക്കട്ടയാണ്, ബംഗാളിലാണ്. കാരണം ബംഗാളിൻ്റെ ഒരു പ്രത്യേകത, അന്ന് ഇന്ത്യയുടെ ക്യാപിറ്റൽ കൽക്കട്ടയായിരുന്നു. എന്നിട്ട് അവിടെ രവീന്ദ്രനാഥ് ടാഗോർ പിന്നെ ഷിപ്പ് വഴി ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, യൂറോപ്പിൽ നിന്ന് ഒരുപാട് ലിറ്ററേച്ചർ വരുമായിരുന്നു. അപ്പം അത് വായിച്ച് ബംഗാളിൽ ഈ ഇംഗ്ലീഷ് സ്റ്റഡീസും തുടങ്ങിയത് ബംഗാളിലാണ് ആദ്യമായിട്ട്, ഇംഗ്ലീഷ് സ്കൂൾസൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഈ വക കാര്യങ്ങൾ ആദ്യം കൽക്കട്ടയിലായിരുന്നു. കോളേജ് തുടങ്ങിയത് ലോർഡ് വെല്ലിംഗ്ടൺ, ക്രൈസ്റ്റ് കോളേജ് ഒരെണ്ണം തുടങ്ങിയത്, പിന്നെ പ്രസ് തുടങ്ങിയത്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, റെയിൽവേസ്, ഇതെല്ലാം ബ്രിട്ടീഷുകാർ അവരുടെ സൗകര്യത്തിന്, നമ്മളെ ചൂഷണം ചെയ്യുന്നതിനുള്ള സൗകര്യത്തിന് ചെയ്ത ചില കാര്യങ്ങൾ. അതിലൂടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും വന്നു. പിന്നീടാണ് ഈ പോയറ്റ്സ്, വേർഡ്സ്വർത്ത്, കീറ്റ്സ്, ഇവരുടെ എല്ലാം സൗന്ദര്യം, പ്രകൃതി, നേച്ചർ പോയറ്റ്സ് ആയിരുന്നു വേർഡ്സ്വർത്ത്, കീറ്റ്സ്, അവരുടെയൊക്കെ പ്രകൃതി വർണ്ണന കണ്ട് നമ്മുടെ ഇവിടെയും ഒരു ഗ്രൂപ്പ് ഓഫ്, അതിൻ്റെ ഒരു പ്രഭാവം ഉണ്ടെന്ന് തന്നെ പറയാം ഛായാവാദി പോയറ്റ്സിൻ്റെ മുകളിൽ. അതിലൊരു പ്രമുഖ വ്യക്തിയായിരുന്നു ജയശങ്കർ പ്രസാദ്, നിരാല, പന്ത്, പിന്നെ മഹാദേവി വർമ്മ. ഇവരെല്ലാം കണ്ടംപററി റൈറ്റേഴ്സാണ്, ആ സമയത്ത് സമകാലീനരായിരുന്നു. പക്ഷെ നിരാലയുടെ മനസ്സിൽ വളരെയധികം പാവപ്പെട്ടവരോടുള്ള ഒരു അനുകമ്പ, പാവപ്പെട്ടവരെ കാണുമ്പം ഹൃദയം അലിയുക, ഇത് നിരാലയുടെ ഒരു പൊതു സ്വഭാവമായിരുന്നു. അത് കാരണമാണ് അദ്ദേഹം ആ പ്രകൃതി വർണ്ണയിൽ നിന്നും മാറി. അദ്ദേഹത്തിൻ്റെ തുടക്കത്തിലെ പോയിട്രീസ് എല്ലാം നേച്ചർ ലവിങ് ആണെങ്കിലും പിന്നീട് അദ്ദേഹം മനുഷ്യരിലേക്ക് തിരിഞ്ഞു, ദാരിദ്ര്യത്തിൻ്റെ വർണ്ണന. അപ്പോൾ അന്നൊരു യാചകൻ ഒരു കവിതയിലെ നായകനാകുക എന്ന് വെച്ചാൽ അത് അന്ന് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. 1960s ശേഷം നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ദളിത് ലിറ്ററേച്ചർ വളരെ പോപ്പുലറായി 60s കഴിഞ്ഞ്. പക്ഷെ ഇതിനു മുമ്പ് ഈ പാവപ്പെട്ടവരുടെ കഥകളൊന്നും ആരും കവിതകളിൽ പറയാറില്ലായിരുന്നു. അത് നിഷിദ്ധമായിരുന്നു. കാരണം നായകൻ എന്ന് പറയുമ്പോൾ ധീരോദാത്തായിരിക്കണം, നായകന് ചില ഗുണങ്ങളൊക്കെ വേണം, ശാരീരിക സൗന്ദര്യം, വ്യക്തിത്വം, അതൊക്കെ വേണം ഒരു കവിതയിൽ നായകൻ വരണം. അപ്പോൾ ഈ നിരാല അന്ന്
ഈ ഭിക്ഷുക്ക് ഒരു യാചകനെ ഒരു കവിതയിൽ കൊണ്ടുവന്നത് ഈ ഭിക്ഷു കവിതയുടെ ഇമ്പോർട്ടൻസിനെ വിളിച്ചോതുന്നൊരു കാര്യമാണ്. ഇത് മാത്രമല്ല, അദ്ദേഹം വഹ തോടുത്തി പത്ഥർ എന്ന് പറഞ്ഞ ഒരു പോയം, അതൊരു റോഡ് സൈഡിൽ ഒരു വെയിലത്തിരുന്ന് പാറ പൊട്ടിക്കുന്ന ഒരു യുവതിയുടെ വർണ്ണനയാണ്. വഹ തോടുത്തി പത്ഥർ മേനെ ദേഖ ഇലാഹാബാദ് കെ പത്ത് പർ. അത് വളരെ ഫേമസ് കവിതയാണ്. ഒരു പാറ പൊട്ടിക്കുന്ന സ്ത്രീയുടെ ദയനീയാവസ്ഥ. അത് അന്നത്തെ ആ ഒരു ക്യാപിറ്റലിസ്റ്റുകളുടെ മുകളിലുള്ള ഒരു അവർക്ക് പറയുന്നൊരു മറുപടിയായിരുന്നു ആ ഒരു കവിത. അപ്പോൾ അങ്ങനെ ഭിക്ഷുക്കിന് അങ്ങനെ ചില ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ. പിന്നെ നിരാലയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇതെന്ന് പറയുമ്പം കവിതേനെ ഈ ഒരു എന്തുവാ നമ്മൾ പ്രാസം ചേർത്തേ കവിത എഴുതാവൂ, താളവും ലയവും പിന്നെ അലങ്കാരങ്ങളും ഒക്കെ ചേർത്തിട്ടേ കവിത എഴുതാവൂ എന്നുള്ളൊരു അതിൽ നിന്ന് മാറ്റി ഇദ്ദേഹം ഫ്രീ വേഴ്സ് അങ്ങനെയില്ല. ഈ ബന്ധനങ്ങളൊന്നും വേണ്ട. മനുഷ്യൻ എങ്ങനെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ കവിതയും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കവിയാണ്. അങ്ങനെയാണ് അദ്ദേഹം ജൂഹി കി കലി എഴുതിയത്. ജൂഹി കി കലി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർക്ക് അത് വ്യൂ ചെയ്യാം. അപ്പം ജൂഹി കി കലിയിൽ ഒരു മുല്ലമുട്ടിൽ ഒരു മുഗ്ധ നായിക, ഒരു സ്ത്രീയുടെ വർണ്ണനയാണ്. അങ്ങനെ വർണ്ണിക്കുമ്പം അത് പ്രാസം ചേർക്കാതെ ഒരു വേറൊരു രീതിയിലാണ് അദ്ദേഹം ഒരു ഫ്രീ വേഴ്സിലാണ് ആ പോയം എഴുതിയിരിക്കുന്നത്. അത് ആ സമയത്ത് അംഗീകരിക്കപ്പെട്ടില്ല. ഒരുപാട് നിരൂപകർ അതിനെ എതിർത്തു, വേറെ എഴുത്തുകാർ എതിർത്തു. പക്ഷെ പിന്നീട് അത് നമ്മൾ കാണുന്നുണ്ട് ഹിസ്റ്ററിയിൽ. അത് ഇത് ഹിസ്റ്ററി സാക്ഷ്യമാണ്. ജൂഹി കി കലി എന്നൊരു ഫേമസ് പോയിട്രിയാണ് നിരാലയുടെ. പിന്നീട് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായി, ഫ്രീ വേഴ്സ് എന്ന് വരിക. അപ്പം നിരാല ഒരുപാട് പോയിട്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പോയിട്രി സംഗ്രഹം പറയുകയാണെങ്കിൽ ഒരു പരിമൾ, ഗീതിക, അനിമ അങ്ങനെ ഒരു നീണ്ട കാവ്യസംഗ്രഹങ്ങളുണ്ട്. അതിൽ നിരൂപകർ പറയുന്നത് ശരിയുമാണ്, ഇതൊന്നും എഴുതിയില്ലായിരുന്നെങ്കിലും 3 രചനകൾ അദ്ദേഹം എഴുതിയിരുന്നെങ്കിലും അദ്ദേഹത്തിനെ മഹാകവി എന്ന് വിളിക്കപ്പെടുമായിരുന്നു. 3 രചനകൾ മാത്രം അദ്ദേഹം എഴുതിയിരുന്നെങ്കിലും ഞാനും അതിനോട് യോജിക്കുന്നു പൂർണ്ണമായി. കാരണം അതിലെ ഒന്നാമത് അദ്ദേഹത്തിൻ്റെ സരോസ്മൃതി, രണ്ടാമത് രാം കി ശക്തി പൂജ, മൂന്നാമത് സരസ്വതി വന്ദന, വരദേ വീരാവാദിനി. ഈ 3 രചനകൾ ഇത് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. നിരാലയെ പറ്റി പഠിക്കുമ്പോൾ ഈ 3 രചനകൾ നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല. സരോസ്മൃതി അദ്ദേഹത്തിൻ്റെ മകളുടെ മരണത്തിനോടനുബന്ധിച്ച് അദ്ദേഹം എഴുതിയ ഒരു ശോക ഗീതാണ്, ഒരു ദുഃഖ കാവ്യമാണ്. അന്ന് കീറ്റ്സിൻ്റെയൊക്കെ ഷോക്ക് ഗീത് ഉണ്ടായിരുന്നു, പക്ഷേ ഹിന്ദിയിലെ ഫസ്റ്റ് ഷോക്ക് ഗീതാണ് സരോസ്മൃതി. നിരാലയുടെ ജീവിതം എന്ന് പറയുമ്പോൾ ട്രാജഡികളുടെ ഒരു മേളമായിരുന്നു. 3 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. പിന്നെ ഒരു കിശോരാവസ്ഥയിലെത്തിയപ്പോൾ, ഒരു ടീനേജിലെത്തിയപ്പോൾ അച്ഛൻ മരിച്ചു. വിവാഹം മനോഹര ദേവിയായിട്ടായിരുന്നു. മനോഹര ദേവി നല്ലൊരു വിദൂഷകിയായിരുന്നു, നല്ല ഭജൻ പാടുമായിരുന്നു. മനോഹര ദേവി ഹിന്ദിയിൽ പാടിയ ഭജനങ്ങളിൽ ആകർഷനായാണ് ബംഗാളിയായ നിരാല ഹിന്ദിയിലേക്ക് ചുവട് മാറ്റിയത്. പക്ഷേ അന്ന് ഒരു മഹാമാരി വന്നു, ഇതുപോലെ ഒരുപാട് പേര് മരിക്കുകയുണ്ടായി ബംഗാളിൽ. അതിൽ വൈഫും മരിച്ചു. വൈഫ് മരിച്ചെന്ന് മാത്രമല്ല, നിരാലയുടെ റിലേറ്റീവ്സ് എല്ലാം തന്നെ മരിച്ചു ആ ഒരു മഹാമാരിയിൽ. നിരാല, ഒരു മകൻ, ഒരു മകൾ, ഈ സരോജ്, ഈ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ടോട്ടലി ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. ഈ സരോജിന് വേണ്ടിയും മകന് വേണ്ടിയും നിരാല കാര്യമായിട്ടൊന്നും സമ്പാദിച്ചില്ലെന്നാണ് അദ്ദേഹം പറയപ്പെടുന്നത്. അദ്ദേഹം എല്ലാം ഇതുപോലെ ദുഃഖിതരായവരുടെ ദുഃഖം അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ചെറിയ തുക അദ്ദേഹത്തിൻ്റെ റോയൽറ്റിയിൽ നിന്ന് കിട്ടുന്നത് ഇദ്ദേഹം അവർക്ക് വേണ്ടി അങ്ങ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ സരോജിൻ്റെ തന്നെ വിവാഹ സമയത്ത് ഒരു പറയുന്നുണ്ട്, ഇവർക്കൊരു പെൺകുട്ടിയുടെ തലയുടെ മുകളിൽ ഇവരുടെ ഒരു കൾച്ചറിൽ ഒരു ക്രൗൺ പോലെ ഇങ്ങനെ വെക്കണം, കിരീടം പോലെ വിവാഹ സമയത്ത്. അത് വെക്കാൻ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം നിരാല പെട്ടെന്നൊരു തുളസിദാസിനെ രാംചൈത്ര മാനസാണ് അതിന് പകരം വെച്ചത്. അങ്ങനെയായിരുന്നു നിരാല. ലൈഫ് വളരെ നിരാലയായിരുന്നു. പിന്നെ സരോസ്മൃതി കഴിഞ്ഞ് രാം കി ശക്തി പൂജ, വളരെ ഘനഗംഭീരമായ ഭാഷയാണ്, സംസ്കൃത് നിഷ്ഠ ഹിന്ദിയാണ്. അതിൻ്റെ ഒരു ഇത് ഞാൻ കാണിക്കാം. നിങ്ങളതിൻ്റെ ഒരു പാരഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം. അതിൻ്റെ തമ്മിൽ കണക്റ്റിംഗ് വേർഡ്സ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ആ കാവ്യം വളരെ മനോഹരമാണ്. PG ലെവലിലൊക്കെ പഠിക്കുന്നവരത് പഠിക്കുന്നുണ്ട് നാച്ചുറലി. അങ്ങനെയാണ് രാം കി ശക്തി പൂജ. അതിൽ രാമിനെ ഒരു സാധാരണ മനുഷ്യൻ
രാവണുമായിട്ടുള്ള യുദ്ധത്തിൽ ഞാൻ ജയിക്കുമോ തോക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നിരാല അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു കാവ്യമാണ് രാം കി ശക്തി പൂജ. വളരെയധികം ഘനഗംഭീരമായ ഭാഷ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം രാം കി ശക്തി പൂജ എഴുതിയത്. അതിൽ തുളസിദാസിൻ്റെ ശ്രീരാമചരിത മാനസിൻ്റെ പിന്നെ വാൽമീകി രാമായണൻ്റെയും പ്രഭാവത്തേക്കാൾ കൂടുതൽ ബംഗാളിയിൽ കൃത്തിവാസ് രാമായൺ എന്ന് പറഞ്ഞൊരു രാമായണം, അതിൻ്റെ പ്രഭാവമാണ് കൂടുതലും കാണുന്നത്. പിന്നെ ബംഗാളിലെ ശക്തി ദുർഗാദേവി വളരെയധികം പൂജിക്കപ്പെടുന്നു. അപ്പോൾ ദുർഗാദേവിയോടുള്ള ആരാധനയും അതും ഇതിൽ കാണുന്നുണ്ട് രാം കി ശക്തി പൂജയിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ സരസ്വതി വന്ദന, വരദേ വീണാവാദിനി. നിരാലയുടെ ജന്മം തന്നെ സരസ്വതി പൂജയുടെ അന്നായിരുന്നു ആയത്, വസന്ത പഞ്ചമിയുടെ ദിവസമായിരുന്നു. അപ്പോൾ ഈ സരസ്വതി വന്ദന ഇന്ന് പറയപ്പെടുന്നത് ഇന്ത്യയിലെ ഏതൊരു കൾച്ചറൽ പ്രോഗ്രാമിനും നിരാലയുടെ ഈ സരസ്വതി വന്ദന ഇല്ലാതെ അവർ തുടങ്ങാറില്ല. അത്രയ്ക്ക് മനോഹരമാണ് സരസ്വതി വന്ദന. ഇതാണ് സരസ്വതി വന്ദന. स्वतंत्र रव अमृत मंत्र नव, प्रिय स्वतंत्र रव अमृत मंत्र नव, भारत में भर दे वरदे वीणा वादिनी वरदे, वरदे वीणा वादिनी वरदे। कलुष भेद तमहर प्रकाश भर, कलुष भेद तमहर प्रकाश भर, जगमग जग कर दे वरदेवी. നമുക്കിനിയും ഭിക്ഷുക് കവിതയിലേക്ക് പോവാം. ഭിക്ഷുക് എന്ന് പറയുമ്പം യാചകൻ. ഈ ഒരു യാചകൻ്റെ വരവ്, അദ്ദേഹത്തിൻ്റെ ഭിക്ഷ യാചിക്കുന്നതിന് മുമ്പുള്ള ഒരു മാനസികാവസ്ഥ, അതിൽ തുടങ്ങുന്ന ഈ പോയിട്രി തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വഹ ആത്ത ദോ ടൂക്ക് കലേജെ കാ കർത്ത പഷ്താത്ത പത് പർ ആത്ത. വഹ ആത്ത ദോ ടൂക്ക് കലേജെ കാ കർത്ത. തൻ്റെ കരളിനെ രണ്ടായിട്ട് കീറി മുറിച്ചിട്ടാണ് ആ ഭിക്ഷകൻ, ആ യാചകൻ ഭിക്ഷ യാചിക്കാൻ വരുന്നത്. എന്നുവെച്ചാൽ തൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിയാണ് ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നത്, പശ്ചാത്തപിച്ചുകൊണ്ട്, തൻ്റെ വിധിയെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട്. അപ്പോൾ ആ പോയിട്രിയുടെ സ്റ്റാർട്ടിങ് ലൈൻസ് ആ ഭിക്ഷക്കാരൻ്റെ മാനസികാവസ്ഥയാണ് വിളിച്ചോതുന്നത്. നാണക്കെട്ട ഒരു പ്രവൃത്തിയാണ് ഭിക്ഷ യാചിക്കുന്നത്, മറ്റുള്ളവൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നത്. പക്ഷെ നമ്മൾ ഈ ബെഗറി എന്ന് പറയുമ്പോൾ ഈ ഭിക്ഷ യാചിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസെപ്റ്റിൽ പണ്ടോട്ടേ ഉണ്ട്. പറയപ്പെടുന്നത് നമ്മുടെ റിലീജിയസ് സിസ്റ്റത്തിൽ തന്നെ, ഇപ്പോൾ ബുദ്ധിസത്തിൽ ഭിക്ഷ യാചിക്കുക എന്ന് വെച്ചാൽ ഒരു മെയിൻ കോൺസെപ്റ്റാണ്. തലമുണ്ടനം ചെയ്യുക, ഭിക്ഷ യാചിക്കുക. കാരണം അവിടെ അവർ കാണുന്നത് തൻ്റെ അഹങ്കാരം മാറ്റി നിർത്തി മറ്റുള്ളവൻ്റെ മുമ്പിൽ കൈനീട്ടുക, അതാണ് അതിൻ്റെ ഒരു ഭിക്ഷ യാചിക്കുന്നതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഹിന്ദുയിസത്തിലും ഉണ്ട്, നമ്മൾ കാണാറുണ്ട്. അമ്പലങ്ങളിൽ നേർച്ച ഉണ്ടെന്നും പറഞ്ഞ് അവർക്ക് ഇങ്ങനെ ഇത്ര ഭിക്ഷ യാചിച്ച പൈസ കൊണ്ട് നേർച്ച പോകണമെന്ന്. പിന്നെ ക്രിസ്ത്യാനിറ്റിയിൽ ആസ് സച്ച് ഈ ബെഗറി പ്രോത്സാഹിപ്പിക്കുന്നില്ല, പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വേലാങ്കണ്ണി പള്ളി പോകണമെന്നും പറഞ്ഞ് ഇത് വരുന്നുണ്ട്, നേർച്ചയ്ക്ക് വരുന്നുണ്ട്. ഭിക്ഷ യാചിച്ചുള്ള പൈസ കൊണ്ട് വേലാങ്കണ്ണി പള്ളി പോകണം, അല്ലെങ്കിൽ കുരിശുമലയിൽ പോകണം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഭിക്ഷ യാചിക്കുന്നത്. ഇത് പക്ഷേ ആ ബംഗാളിലെ ഫാമിൻ, ആ കാലഘട്ടത്തിൽ ബംഗാളിൽ വളരെയധികം ഫാമിൻ, ഉണക്ക്, ഭക്ഷിക്കാൻ ഒന്നുമില്ല. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്, ആ ഒരു ഭിക്ഷക്കാരൻ്റെ അവസ്ഥയാണ്. വഹ ആത്ത ദോ ടൂക്ക് കലേജെ കാ കർത്ത പഷ്താത്ത പത് പറാത്ത. പഷ്താന പശ്ചാത്തപിക്കുക, ഓർ പത് പറാത്ത. പിന്നീട് കവിത ഇങ്ങനെ പോകുന്നത് അടുത്ത ഇതിൽ ആ യാചകൻ്റെ ശാരീരിക അവസ്ഥയാണ് വർണ്ണിക്കുന്നത്. പേറ്റ് പീറ്റ് ദോനോ മിൽക്കർ ഹേ ഏക്. വയറും പുറവും രണ്ടും ഒന്നായിരിക്കുകയാണ് ഒട്ടി. വയറേതാ പുറമേതാന്ന് അറിയാൻ പറ്റുന്നില്ല, കാരണം അത്രയ്ക്കൊരു മനുഷ്യക്കോലമാണ്. ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളോളം നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് കണ്ടാലേ അറിയാം. പേറ്റ് പീറ്റ് ദോനോ മിൽക്കർ ഹേ ഏക്, ചൽ രഹാ ലക്കുട്ടിയാ ടേക്ക്. ഒരു വടിയിലൂന്നി കഷ്ടപ്പെട്ട് നടക്കുക, നിൽക്കാൻ പോലും വയ്യ, കാരണം വയറും പുറവും ഒട്ടി ഒന്നാകാന്ന് വെച്ചാൽ ആ മനുഷ്യക്കോലം ഒന്ന് സങ്കല്പിക്കുക. ചൽ രഹാ ലക്കുട്ടിയാട്ടെ. എന്തിനാ അയാൾ ഇത്രയും കഷ്ടപ്പെട്ട് നടക്കുന്നത്? മുഠി ഭർ ദാനേക്കോ, ഒരു പിടി അരിക്ക് വേണ്ടി. അന്നൊക്കെ, ഇന്നാണ് ഭിക്ഷക്കാർ പൈസയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത്,
പണ്ട് അരിയായിരുന്നു, അരിയും ഗോതമ്പും ഒക്കെ ആയിരുന്നു. മുഠി ഭർ ദാനേക്കോ ഭൂഖ് മിട്ടാനേക്കോ, തൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഒരു പിടി അരിക്ക് വേണ്ടിയാണ് അയാൾ നടക്കുന്നത്. മൂഫട്ടി പുരാണി ജോലി കോ ഫേലാത്ത പശ്താത്ത പത്പരാത്ത, തൻ്റെ ആ ഒരു ജോലി, അത് ഭിക്ഷ യാചിക്കാൻ വരുന്ന ആ ഒരു സഞ്ചി അതും കീറിയിരിക്കുകയാണ്. മൂഫട്ടി പുരാണി ജോലി കോ ഫേലാത്ത ദോ ടൂക്ക് കലേജെ കെ കർത്ത പശ്താത്ത പത്പരാത്ത. അപ്പം ആ ഒരു ചെറിയ കവിതയിൽ യാചകന്റെ മാനസികാവസ്ഥ, പിന്നീട് അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥ, ഇത് രണ്ടും കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്ന അതിനേക്കാൾ ദയനീയാവസ്ഥയാണ്. സാത്ത് ദോ ബച്ചേ ബി ഹേ സദാ ഹാത്ത് ഫേലായ, കൂടെ 2 കുട്ടികളും ഉണ്ട്. അവരുടെ എന്ന് വെച്ചാൽ എപ്പോഴും കൈ ഇങ്ങനെ. അപ്പം കുട്ടികൾക്ക് ചെറുതിൽ മുതൽ ഇത് ശീലമായി. മറ്റുള്ളവരുടെ അവർക്ക് പിന്നെ നാണമില്ല, അവർക്കത് ആത്മാഭിമാനമൊന്നുമില്ല. ഇത് കണ്ട് കണ്ട് അവരും ഇങ്ങനെ കൈ സദാ ഹാത്ത് ഫേലായ. സാത്ത് ദോ ബച്ചേ ഭി ഹേ സദാ ഹാത്ത് ഫേലായ. പിന്നെന്താണ്, ബായേ സേ മൽത്തെ ഹുവേ പേട്ട് കോ, അവരുടെ ഒരു മാനറിസം എന്ന് വെച്ചാൽ ഇടത്ത് കൈ കൊണ്ട് സ്ഥിരം ഇങ്ങനെ വയറ് തടകുക. കാരണം എനിക്ക് വിശക്കുന്നു എന്നുള്ള ഒരു സിഗ്നലാണ്. കാണുന്നവർക്ക് ഈ കുട്ടിക്ക് വിശപ്പുണ്ട്, എന്തെങ്കിലും ദയ തോന്നണേന്നുള്ളത്. ഓർ ദാഹിന ദാഹിന ദയാ ദൃഷ്ടിക്ക് ഓർ ബഢായ, വലത്തെ കൈ എങ്ങോട്ടാണ്? ആരെങ്കിലും ഈ ഭിക്ഷക്കാരി ഇങ്ങനെ ഭിക്ഷ യാചിക്കുമ്പം ആരെങ്കിലും അവരോട് ഒരു അനുകമ്പയോടുള്ള ഒരു നോട്ടം നോക്കുവാണെങ്കിൽ, ദയാദൃഷ്ടി, എങ്കിൽ പിന്നെ ഇവരുടെ കൈ വലത്തെ കൈ അങ്ങോട്ടങ്ങ് പോകും. ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ഇവർ അങ്ങോട്ട് പോകില്ല. പക്ഷെ ആരെങ്കിലും അവരെ ദയോടെ നോക്കുകയാണെങ്കിൽ ദാഹിന ദയാ ദൃഷ്ടിക്ക് ഓർ ബഢായ. ഭൂഖ് സെ സൂഖ് ഓട്ട് ജബ് ജാത്തെ, ഭൂഖ് സെ സൂഖ് ഓട്ട് ജബ് ജാത്തെ ദാത്ത ഭാഗ്യ വിധാത്ത സെ ക്യാ പാത്തെ. വിശന്ന് ഇവരുടെ ചുണ്ടുകൾ ഉണങ്ങുമ്പോൾ ഈ ദാത്ത, തരുന്ന ആളും മൈൻഡ് ചെയ്യുന്നില്ല, മനുഷ്യരും കൊടുക്കുന്നില്ല. ഭാഗ്യവിധാത്ത, ഈശ്വരനും ഇവരെ കൈയൊഴിഞ്ഞ മട്ടാണ്. ഭൂഖ് സെ സൂഖ് ഓട്ട് ജബ് ജാത്തെ ദാത്ത ഭാഗ്യവിധാത്ത സെ ക്യാ പാത്തെ. അപ്പോൾ ഇവരെന്താ ചെയ്യുക? ഘൂട്ട് ആസൂം കെ പീ കർ രഹ ജാത്തെ, കണ്ണുനീര് കുടിച്ച് തന്നെ ഇവര് തൃപ്തിയാണ്. ഘൂട്ട് ആസൂം കെ പീ കർ രഹ ജാത്തെ. ഇനിയുള്ളതാണ് ആ കവിതയുടെ ഏറ്റവും ട്രാജിക് മൂമെന്റ്. ചാട്ട് രഹി ജൂഠി പത്തലേ വേ സഭി സടക് പർ ഖടേ ഹുവേ. ജൂട്ടി പത്തലെ, മറ്റുള്ളവർ കഴിച്ച് എറിഞ്ഞ ഭക്ഷണാവശിഷ്ടം അതിട്ട് നക്കുകയാണ്. ചാട്ട് രഹി, നക്കുക, ചാട്ന. ചാട്ട് രഹി ജൂठी പത്തലെ വേ സഭി സടക് പർ ഖടേ ഹുവേ और झपटने को उनसे കുത്തേ ഭി ഹേ അടേ ഹുവേ. അവരാ കഴിക്കുന്നത് തട്ടിപ്പറിക്കാൻ, ഝപ്പട്നേക്കോ, ഝപ്പട്ന തട്ടിപ്പറിക്കുക, ഝപ്പട്നേക്കോ ഉൻസേ കുത്തേ ഭി ഹേ അടേ ഹുവേ. പട്ടികൾ, തെരുവ് പട്ടികൾ, തെരുവ് നായകളുടെ അധികാരമാണ് ഈ എച്ചിൽ. അപ്പോൾ ഈ മനുഷ്യ കോലങ്ങൾക്ക്, ഈ മനുഷ്യ യാചകർക്ക് വഴിയിലുള്ള എച്ചിൽ കഴിക്കാനുള്ള അവകാശം പോലും ഇല്ല. കാരണം അതിൻ്റെ അവകാശികൾ ആരാണ്? നായ്ക്കളാണ്, തെരുവ് നായ്ക്കളാണ്. ഇത് കണ്ടിട്ട് മനസ്സലിഞ്ഞ് ദുഃഖിച്ച് കവി പറയാണ്, ടെഹ്റോ അഹോ മേരെ ഹൃദയ മേ ഹേ അമൃത് മേ സീഞ്ച് ദൂങ്ക. എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും അമൃതുണ്ട്, എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. ടെഹ്റോ, നിങ്ങൾ ദയവ് ചെയ്ത എച്ചിൽ കഴിക്കല്ലേ. ടെഹ്റോ മേരെ ഹൃദയ മേ ഹേ അമൃത് മേ കീഞ്ച് ലൂങ്ക അഭിമന്യു ബൻ സക്കോഗേ തും. പിന്നൊരു ചോദ്യമുണ്ട്, ഇത് യാചകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് അഭിമന്യു പോലെയാണ്. അഭിമന്യുടെ കഥ നമുക്കറിയാം, അർജുൻ്റെ മകൻ അഭിമന്യു, യുദ്ധഭൂമിയിൽ പെട്ടുപോയ അഭിമന്യു, ചക്രവ്യൂവിൽ ഇടയ്ക്ക് പെട്ടുപോയ ബാലൻ. എന്നാലും തൻ്റെ സർവ്വ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് അഭിമന്യു ആ ചക്രവ്യൂവ് ഭേദിച്ച് വരാനുള്ള ശ്രമം നടത്തും. ആ ഒരു ശ്രമം നിങ്ങൾ നടത്തണം. എന്നുവെച്ചാൽ ഒരാളുടെ സഹായത്തോടെ ജീവിച്ച് ജീവിതകാലം മുഴുവനും അങ്ങനെ ജീവിക്കാനല്ല, നിങ്ങൾ അഭിമന്യുവെ പോലെ പൊരുതണം എന്നാണ് കവി പറയുന്നത്. മേരെ ഹൃദയമേ മേ തുമാരേ ദുഃഖ് കോ ഖീഞ്ച് ലൂങ്ക. അങ്ങനെയെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിങ്ങളുടെ ദുഃഖം ഒപ്പിയെടുക്കും. അങ്ങനെയാണ് ഈ പോയിട്രി പോകുന്നത്. അപ്പം നമുക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽ സമ്മറിയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ അർത്ഥം വളരെ സിമ്പിളാണ്. പക്ഷേ ഈ പോയിട്രിയുടെ ഇമ്പോർട്ടൻസ്, അത് എഴുതപ്പെട്ട കാലഘട്ടവും അത് സമൂഹത്തിൽ വരുത്തിയ മാറ്റവും, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പം നമുക്ക് സമ്മറിയിലേക്ക് പോവാം. സൂര്യകാന്ത് ത്രിപാഠി നിരാല എന്നറിയപ്പെടുന്ന നിരാലയുടെ കവിതയാണ് ഭിക്ഷുക്. നിരാല ഈ കവിത വെറുമൊരു ആഡംബരത്തിന് വേണ്ടിയോ
ഭിക്ഷക്കാരെ വർണ്ണിക്കുന്ന വെറും വർണ്ണനം ഉള്ള ഒരു കവിതയല്ല. ഇത് നിരാലയുടെ സ്വഭാവത്തിനോട് ഒത്തുചേരുന്ന ഒരു കവിതയാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പം എല്ലാവരും ഒരുപാട് പേര് എഴുതി കണ്ടിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ കയ്യിൽ കിട്ടുന്ന തുക വളരെ തുച്ഛമായ തുകയായിരുന്നു അന്ന് എഴുത്തുകാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. 1930s കാര്യമാണ് ഈ പറയുന്നത്, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് വളരെ മുമ്പ്. അപ്പോൾ അന്ന് നിരാല ഈ പാവപ്പെട്ടവരെ കാണുമ്പം വളരെ അനുകമ്പ തോന്നുകയും തൻ്റെ കയ്യിലുള്ള എന്താണെന്നോ അവർക്ക് ഇല്ലാത്തവന് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം നിരാല ഈ പോയിട്രി എഴുതുമ്പം ആക്ച്വലി ഒരു ഭിക്ഷക്കാരനെ ഒരു കവിതയുടെ ഒരു നായകനാക്കുക എന്നുള്ളത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. 2-3 കാര്യങ്ങൾ ആ സമയത്ത് വളരെ നിർബന്ധമായിരുന്നു. ഒന്നാമത് ഈ പ്രാസം, അലങ്കാരം, ഇങ്ങനെ ഛന്തങ്ങൾ, അതിൻ്റെ ആ ഒരു ബന്ധനത്തിലായിരുന്നു കവിത എഴുതണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചിട്ടപ്പെടുത്തി ഇങ്ങനെയൊക്കെ റൂൾസ് പാലിച്ച് വേണം കവിത എഴുതാൻ. അതിനൊരു താളവും ലയവും ഒക്കെ വേണമെന്ന് നിർബന്ധമായിരുന്നു. അത് നിരാല ബ്രേക്ക് ചെയ്ത് നിരാല ഫ്രീ വേഴ്സ് അല്ലെങ്കിൽ ബ്ലാങ്ക് വേഴ്സിന് അനുകൂലമായിട്ടുള്ള വ്യക്തിയായിരുന്നു. നിരാലയാണ് ജൂഹി കി കലി എന്ന കവിതയിലൂടെ ഇങ്ങനെ ഛന്ദബദ്ധമല്ലാതെ കവിത എഴുതാൻ പറ്റുമെന്ന് തെളിയിച്ചത്. ആ ഒരു കവിത അന്നത്തെ ഫേമസ് സരസ്വതി എന്ന് പറഞ്ഞ അന്നത്തെ ഫേമസ് മാഗസിൻ നിരാകരിക്കുകയുണ്ടായി. ഡസ്റ്റ്ബിന്നിലെടുത്ത് കളഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ നിരാല ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് വിമർശനത്തിന് ഇരയായപ്പെട്ട ഒരു വ്യക്തിയാണ്. അന്ന് ഇത് അംഗീകരിക്കപ്പെട്ടില്ല. പിന്നീടാണ് ഇതിൻ്റെ മഹത്വം എല്ലാവരും അറിഞ്ഞത്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്, ഈ ഒരു ഭിക്ഷക്കാരനെ നായകനാക്കുക എന്ന് വെച്ചാൽ സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അതുപോലെ അദ്ദേഹം ഒരു വഹത്തോടുത്തി പത്തർ എന്നൊരു എഴുതിയിട്ടുണ്ട്. ഒരു ഇലാഹാബാദിലൂടെ നടന്നു വരുമ്പോൾ അദ്ദേഹം കണ്ടൊരു കാഴ്ചയാണ്, വെയിലത്ത് തണലൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു സ്ത്രീ, ഒരു ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ, യുവതി ഈ പാറ പൊട്ടിക്കുന്നു. വലിയൊരു ഹാമറും ഉണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച അദ്ദേഹത്തെ വളരെയധികം കുലുക്കുകയും അദ്ദേഹം വഹത്തോടുത്തി പത്ഥർ ദേഖാ മേനെ ഇലാഹാബാദ് കെ പത്ത് പർ എന്നും പറഞ്ഞൊരു കവിത അതുമായി ഫേമസ് ആണ്. അപ്പോൾ അന്ന് ഈ മാർക്സിസ്റ്റ് ചിന്താഗതിയും അതിൻ്റെ ഒരു പ്രഭാവം സാഹിത്യത്തിൽ വന്നു തുടങ്ങുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ നിരാല എഴുതി തുടങ്ങിയത് ഛായാവാദി ട്രെൻഡിലാണെങ്കിലും പിന്നീട് അദ്ദേഹം പ്രഗതിവാദം എന്ന് വെച്ചാൽ മാർക്സിസത്തിൻ്റെ പ്രഭാവത്തോടു കൂടി ഈ ഇല്ലാത്തവൻ്റെയും ഈ പാവപ്പെട്ടവൻ്റെയും ദരിദ്രൻ്റെയും അധ്വാനിക്കുന്നവൻ്റെയും ആ ഒരു കഥ പറയുന്ന അവരെ നായകനാക്കി എഴുതുന്ന ഒരു ട്രെൻഡ് തുടങ്ങിയിരുന്നു നിരാല. അപ്പം ഛായാവാദി കവികളിൽ പ്രമുഖനായിരുന്നു നിരാല. ജയശങ്കർ പ്രസാദ്, നിരാല, സുമിത്രാനന്ദൻ പന്ത്, മഹാദേവി വർമ്മ, ഇവർ 4 പേരും സമകാലീനായിരുന്നു. ഒരേ സമയത്ത് എഴുതുന്നവരായിരുന്നു, ഒരേ ട്രെൻഡിൽ എഴുതുന്നവരായിരുന്നു. ഇവർ എല്ലാവരും ആദ്യം പ്രകൃതി വർണ്ണനം, പിന്നെ അതിൽ മിസ്റ്റിസിസം, അതിലൊരു രഹസ്യം, ഇത് പ്രകൃതിയിൽ മനുഷ്യൻ്റെ വികാരങ്ങളെ ആരോപിക്കുക, പെർസോണിഫിക്കേഷൻ, ഇതെല്ലാം തുടങ്ങിയെങ്കിലും പിന്നീട് പന്തിലും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ അതിൽ പന്ത് തൻ്റെ വെറൈറ്റി മാറ്റിയിരുന്നു. അതുപോലെ നിരാലയും പ്രഗതിവാദിലേക്ക് വന്നിരുന്നു. നിരാലയും ഇതുപോലെ ഇല്ലാത്തവൻ്റെയും പാവപ്പെട്ടവൻ്റെയും അധ്വാനിക്കുന്നവൻ്റെയും കഥ തൻ്റെ കവിതയിലൂടെ പറഞ്ഞു തുടങ്ങി. അപ്പം നിരാലയുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് സരോജ് സ്മൃതി, രാം കി ശക്തി പൂജ, പിന്നെ സരസ്വതി വന്ദന, വരദേ വീണാവാദിനി, ഇത് 3 ഇത് 3 പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തു. സരോജ് അദ്ദേഹത്തിൻ്റെ ഏക പുത്രിയായിരുന്നു, ഒരു പുത്രനും പുത്രിയായിരുന്നു. അപ്പോൾ ഒരു സരോജ് കിഷോരാവസ്ഥയിൽ തന്നെ മരിക്കുകയുണ്ട്. എന്ന് വെച്ചാൽ 18 അത്ര വയസ്സുള്ളപ്പോൾ തന്നെ മരിച്ചു. സരോജിൻ്റെ വിവാഹത്തിന് വേണ്ടി ഇദ്ദേഹം ഒന്നും തന്നെ കരുതി വെച്ചില്ല എന്നാണ് പറയുന്നത്. അവസാനം ആ ഒരു ചടങ്ങിന് ഇവർക്ക് ബംഗാളിലെ കൾച്ചറിൽ ഇങ്ങനെ പെൺകുട്ടിയുടെ തലയുടെ മുകളിൽ അച്ഛൻ എന്തോ ഒരു കിരീടം പോലെ വെച്ചു കൊടുക്കണം. അപ്പോൾ അതുപോലും ഇദ്ദേഹം കരുതിയില്ല. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തുളസിദാസിനെ രാംചരിതമാനസ ആണ് അത് പെൺകുട്ടിയുടെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ആ ചടങ്ങ് നടത്തിയത്. ആ മകളുടെ മരണത്തിന് അതിൽ നിന്ന് എഴുതിയ ഒരു ശോകഗീതാണ് സരോജ് സ്മൃതി. വളരെ ഫേമസ് ആണ്. ഹിന്ദിയിലെ ആദ്യത്തെ ശോകഗീത് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ കീറ്റ്സിൻ്റെയൊക്കെ ഒരുപാട് ശോകഗീത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഹിന്ദിയിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു അത് നിരാല എഴുതിയത്. അതും ഒരു അച്ഛൻ ഒരു മകളുടെ ജീവിതം അതിൽ ഫുൾ ഉടനീളം സരോജ് ജനിക്കുമ്പം തൊട്ടുള്ള
കാര്യം വർണ്ണിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു അച്ഛൻ തൻ്റെ മകളുടെ വിവാഹ സമയത്ത് ആ പെൺകുട്ടിയുടെ സൗന്ദര്യം വർണ്ണിക്കുക എന്നത് അത് വളരെ വളരെ തന്മയത്തോടെയാണ് നിരാല വർണ്ണിച്ചിരിക്കുന്നത്. പിന്നെ രാം കി ശക്തി പൂജ ഞാൻ കാണിച്ചു തന്നു. രാം കി ശക്തി പൂജ എത്രമാത്രം ഭാഷാ സൗഷ്ഠവമുള്ള ഒരു കവിതയാണെന്നും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. അത് വായിച്ചാൽ വിശ്വസിക്കാനേ പറ്റില്ല ഇദ്ദേഹം ഒരു ബംഗാളിയായിരുന്നു എന്ന്. ഹിന്ദി മാതൃഭാഷ അല്ലായിരുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സരസ്വതി വന്ദന. അപ്പോൾ ഇത് മൂന്നും ഗ്രേറ്റ് മാസ്റ്റർ പീസാണ് നിരാലയുടെ. നിരാല അദ്ദേഹത്തിൻ്റെ പെൻ നെയിമായിരുന്നു. മത്വാല എന്ന് പറഞ്ഞ ഒരു മാഗസീനിൽ അദ്ദേഹം വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു മത്വാലയുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫ്രീ ബേർഡ് ടൈപ്പ്, എവിടെയും ഇങ്ങനെ ഒരു ബന്ധനവും ഇഷ്ടപ്പെടാതെ നടക്കുന്നൊരു വ്യക്തി. അങ്ങനെ അദ്ദേഹം മത്വാലയായിട്ട് പ്രാസം ചേർത്താണ് നിരാല തൻ്റെ പേരാക്കിയെന്നും പറയപ്പെടുന്നു. നിരാലയുടെ ഈ ഭിക്ഷുക്ക് എന്ന പോയിട്രി ഒരു ഭിക്ഷക്കാരൻ്റെ ദയനീയ അവസ്ഥയോടുള്ളൊരു വരവാണ്. ആ പശ്ചാത്താപത്തോടുള്ള ഒരു പശ്ചാത്താപം ഉള്ളിൽ കൊണ്ട് നടന്ന് ഈ ഭിക്ഷ യാചിക്കുമ്പം തൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിയാണ് ഒരു വ്യക്തി ഭിക്ഷ യാചിക്കുന്നത്. ആ ഒരു ഇമേജാണ് ഈ ഒരു കവിതയിൽ വളരെ ഈ ഭിക്ഷക്കാരൻ ഭിക്ഷ യാചിക്കുന്നത് വളരെയധികം കുറ്റബോധത്തോടു കൂടിയാണ്. ഭിക്ഷ യാചിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. വേറൊരാളുടെ മുമ്പിൽ തൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി കൈ നീട്ടുന്നതേ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഈ ഭിക്ഷ യാചിക്കുന്ന കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പണ്ട് തൊട്ടേ ഈ ഭിക്ഷ യാചിക്കുന്ന ഒരു ഇതുണ്ട്. ഭിക്ഷക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. 2015 ഈ ആൻറ്റി ബെഗറി ആക്ട് വന്നതിന് മുമ്പ് വരെ വളരെയധികം ഭിക്ഷക്കാരുണ്ടായിരുന്നു. കണക്കുകൾ പറയുന്നത് ബംഗാളിലാണ് ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭിക്ഷക്കാരുള്ളത്. പിന്നെ ഇത് 1930s കാര്യമാണ്. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് ബ്രിട്ടീഷായിരുന്നു അന്ന് നമ്മൾ ഇന്ത്യ ഭരിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ ആ യുദ്ധം ജയിച്ചെങ്കിലും ഇന്ത്യയിലെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ബംഗാൾ ഫാമിൻ, വളരെയധികം ഉണക്ക് വന്നു, ഒന്നും ഭക്ഷിക്കാനില്ല, ആർക്കും ഒന്നും ഭക്ഷിക്കാനില്ല. പിന്നെ ഇതുപോലെ മഹാമാരികൾ, ഇപ്പോൾ ഹേജ് മഹാമാരി, വളരെയധികം ആൾക്കാർ മരിച്ചു. അപ്പോൾ ഒരുപാട് ദാരിദ്ര്യമുള്ളൊരു സമയമായിരുന്നു. ആ സമയത്തൊരു ഭിക്ഷക്കാരൻ്റെ ഒരു കോലം, വയറും പുറവും ഒട്ടി ഒന്നാകുന്ന ഒരു മനുഷ്യക്കോലം വർണ്ണിക്കുകയാണ് ഈ ഭിക്ഷു കവിതയിൽ. നമുക്ക് കവിതയിലേക്ക് പോവാം. വഹ ആത്ത ദോ ടൂക്ക് കലേജെ കോ കർത്ത പഷ്താത്ത പഥ് പർ ആത്ത. വഹ ഇവിടെ ഭിക്ഷക്കാരനാണ്. ആ ഭിക്ഷക്കാരൻ ഇങ്ങനെ വരികയാണ്. അയാളുടെ വരവ് വർണ്ണിക്കുകയാണ്. ദോ ടൂക്ക് കലേജെ കോ കർത്ത, തൻ്റെ കരളിനെ, കരളിനെ രണ്ടായിട്ട് പിളർന്നിട്ടാണ് ആ ഭിക്ഷക്കാരൻ വരുന്നത്. പശ്ചാത്ത പശ്ചാത്തപിക്കുക, റിഗ്രറ്റ് ചെയ്യുക, തൻ്റെ വിധിയെ ഓർത്ത് പശ്ചാത്തപിക്കുക, തൻ്റെ അവസ്ഥയോർത്ത്, തൻ്റെ ദയനീയ അവസ്ഥയോർത്ത് പശ്ചാത്തപിക്കുക. പഥ് പർ ആത്ത, പഥ് വഴിയോരത്തിൽ ആ ഭിക്ഷക്കാരൻ തൻ്റെ വിധിയെ ഓർത്ത് വിലപിച്ച്, തൻ്റെ ഇല്ലായ്മയെ ഓർത്ത് ദുഃഖിച്ച്, തൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്നതിനെ ഓർത്ത് ദുഃഖിച്ച് ആ ഒരു ഭിക്ഷക്കാരൻ ഇങ്ങനെ വരികയാണ്. പേട്ട് പീട്ട് ദോനോ മിൽക്കർ ഹേ ഏക്. ആ ഭിക്ഷക്കാരൻ്റെ ശാരീരിക അവസ്ഥയെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ കണ്ടാലേ അറിയാം ദിവസങ്ങളോളം മാസങ്ങളോളം ഇദ്ദേഹം ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത്. വളരെ കുറച്ച് ഭക്ഷണത്തിൽ ജീവിക്കുകയാണ്. കാരണം വയറും പുറവും ഒട്ടി ഒന്നായിരിക്കുകയാണ്. വയറേതാ പുറം ഏതാണെന്ന് അറിയാൻ പറ്റുന്നില്ല. പേട്ട് പീട്ട് ദോനോ മിൽക്കർ ഹേ ഏക്. പേട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റമക്ക്, വയറ്. പീട്ട് നമ്മുടെ ബാക്ക്, പുറം, ബാക്ക്, രണ്ടും കൂടെ ഒട്ടിയിരിക്കുകയാണ്. ദോനോ മിൽക്കർ ഹേ ഏക്. ചൽ രഹാ ലക്കുട്ടിയ ടേക്ക്. അദ്ദേഹം നടക്കുന്നത് വളരെ ഫ്രജൈലായിട്ട്, ഇപ്പോൾ വീഴുമെന്നുള്ള മട്ടിലാണ്. കാരണം ഭക്ഷണമൊന്നും ഇല്ലാതെ വയറെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് ഒരു ലക്കുട്ടിയ ടേക്ക് കർ ചൽത്താ ഹെ. ലക്കുട്ടിയ എന്ന് പറയുമ്പോൾ ഒരു വടിയിൽ ഊന്നി, ടേക്കന ഊന്നുക, ഒരു വടിയിൽ ഊന്നിയാണ് അദ്ദേഹം നടക്കുന്നത്. എന്തിനാ ഈ കഷ്ടപ്പെട്ടി നടക്കുന്നത്? മുട്ടി ഭർ ദാനേക്കോ, ഒരു പിടി അരി. പണ്ടൊക്കെ ഈ ഇപ്പോഴാണ് ഇപ്പം നമുക്കിവിടെ ഭിക്ഷക്കാർ തന്നെ വളരെ കുറവാണ്. ഭിക്ഷക്കാർ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ബാല്യകാലത്തിലൊക്കെ ഈ ഭിക്ഷക്കാർ അരി മേടിക്കുമായിരുന്നു, പൈസയല്ല. പിന്നീടാണത് പൈസയിലേക്ക് മാറിയത്. പണ്ട് ഇത് അരി പിന്നെ ഇവർ കൊണ്ട് പാകം ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു മുട്ടി ഭർ ദാനേക്കോ, ഒരു പിടി, മുട്ടി ഭർ എന്ന് പറയുമ്പോൾ ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടി അരിക്ക് വേണ്ടിയാണ് ഈ നടക്കുന്നത്.
ഭൂഖ് മിട്ടാനേക്കോ, ആ അരി അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറ്റുമെന്ന വിശ്വാസത്തിലാണ് ഈ നടക്കുന്നത്. മൂഫട്ടി പുരാണി ഝോലി കാ ഫേലാത്ത, ഝോലി ഇവരുടെ ഈ സഞ്ചി, തുണിസഞ്ചിയുണ്ട്, അത് മൂഫട്ടി, അതും കീറി പറഞ്ഞ ഒരു പഴയ സഞ്ചി, തുണിസഞ്ചി, ഇങ്ങനെ നോത്തിയാണ് ഇവർ കാണിക്കുന്നത്, ഭിക്ഷ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ഇടാൻ വേണ്ടി. മൂഫട്ടി പുരാണി ഝോലി കാ ഫേലാത്ത, ദോ ടൂക്ക് കലേജെ കെ കർത്ത, പശ്താത്ത പഥ് പറാത്ത, തൻ്റെ കരൾ രണ്ടായിട്ട് പിളർന്ന് പശ്ചാത്തപിച്ച് ദുഃഖിച്ചാണ് ഈ വഴിയിലേക്ക് വരുന്നത് ഈ ഭിക്ഷക്കാരൻ. ഈ ഭിക്ഷക്കാരൻ എങ്ങനെയാണ്, വയറും പുറവും ഒട്ടി ഒന്നായിരിക്കുകയാണ്, അത്രയ്ക്ക് മെലിഞ്ഞിരിക്കുകയാണ്. ഒരു വടി ഊന്നി നടക്കുന്നു, കഷ്ടപ്പെട്ട് നടക്കുന്നത് എന്തിനാണ്, ഒരു മുഠ്ഠി ഭർ ദാനേക്കോ, ഒരു പിടി അരി കിട്ടാൻ വേണ്ടി, ഭൂഖ് മിട്ടാനേക്കോ, ആ ഒരു പിടി അരി കൊണ്ട് തൻ്റെ വിശപ്പടക്കാനും. മൂഫട്ടി പുരാണി ജോലി കാ ഫേലാത്ത, ഒരു കീറിയ ഒരു പഴയ തുണിസഞ്ചി ഇങ്ങനെ വിടർത്തി ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടി നടക്കുകയാണ്. ഈ നടക്കുമ്പം അദ്ദേഹത്തിൻ്റെ കരൾ രണ്ടായിട്ട് പിളർന്ന് തൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി പശ്ചാത്തപിച്ച് തൻ്റെ വിധിയെ ഓർത്ത്, മറ്റുള്ള ഒരു മനുഷ്യൻ തൻ്റെ സകല അഹങ്കാരവും മാറ്റിവെച്ചാണ് നമ്മൾ വേറൊരാളുടെ മുമ്പിൽ കൈ നീട്ടുന്നത്. അങ്ങനെ ഈ ഭിക്ഷക്കാരൻ നടക്കുകയാണ്. സാത്ത് ദോ ബച്ചേ ബി ഹേ സദാ ഹാത്ത് ഫേലായി, ഇസ്കെ സാത്ത്, അത് അയാളുടെ കൂടെ ദോ ബച്ചേ ബി ഹേ, 2 കുട്ടികളുമുണ്ട്. സദാ ഹാത്ത് ഫേലായി, സദാ ഹമേഷ, എപ്പോഴും, എപ്പം നോക്കിയാലും കൈ ഇങ്ങനെ നീട്ടി. ആ കൊച്ചുങ്ങൾ ചെറുതിലേ മുതൽ തന്നെ ഇത് തന്നെ പഠിച്ചിരിക്കുകയാണ്, ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുക എന്നുള്ളത്. അവർ ഇയാളുടെ കൂടെ ഇന്ന് നടക്കും. എന്നിട്ട് ഈ കുട്ടികൾ ചെയ്യുന്നത് ബായേ സേവേ മൽത്തേ ഹുവേ പേട്ട് കോ ചലത്തെ, ഇടത്ത് കൈ കൊണ്ട് എപ്പോഴും വയറിങ്ങനെ തടവിക്കൊണ്ട്, എന്ന് വെച്ചാൽ കാണുന്നവർ, ഈ കാഴ്ച കാണുന്നവർക്ക് മനസ്സിലാവണം ഇവർക്ക് വിശക്കുന്നു എന്ന്, അതുകൊണ്ട് ഇങ്ങനെ വയറ് തടവി നടക്കും. ഓർ ദാഹിന ദയാ ദൃഷ്ടി പാനേ കി ഓർ ബടായ്, വലത്തെ കൈ ഇവർ ആരെങ്കിലും ഇവരുടെ ഈ കാഴ്ച കണ്ട് ദയ തോന്നുന്ന ഒരു നോട്ടം, മനസ്സലിയുന്നൊരു നോട്ടം ആരുടെയും കണ്ണിൽ കാണുകയാണെങ്കിൽ ഇവരങ്ങോട്ട് ഈ ദാഹിന ഹാത്ത്, ഈ വലത്തെ കൈ അങ്ങോട്ട് നീട്ടും. ഭൂഖ് സേ സൂഖ് ഓട്ട് ജബ് ജാത്തെ, ഈ വിശപ്പ് കാരണം ഇവരുടെ ഓട്ട് നമ്മുടെ ചുണ്ടുകൾ, ഇവരുടെ ചുണ്ട് ഈ വിശപ്പ് കാരണം ദാഹം കാരണം അങ്ങ് ഉണങ്ങി വറ്റി വരലും. ദാത്ത ഭാഗ്യവിധാത്ത സേ ക്യാ പാത്തേ, അപ്പോഴാണ് കവി പറയുന്നത് ദാത്ത, ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഉള്ള മനുഷ്യരും അല്ലെങ്കിൽ പിന്നെ ഭാഗ്യവിധാത്ത, ഇവരുടെ ഭാഗ്യം, ഇവരുടെ വിധി നിശ്ചയിക്കുന്ന ഈശ്വരൻ, ഇവർ 2 പേരും ഇവരെ കൈയൊഴിഞ്ഞ അവസ്ഥയാണ്. മനുഷ്യരൂപത്തിലുള്ള ഈശ്വരൻ്റെ മനുഷ്യരൂപമുള്ള മനുഷ്യർ ഇവർക്കൊന്നും കൊടുക്കുന്നില്ല, ദാത്ത. പിന്നെ ഭാഗ്യവിധാത്ത, ഇവരുടെ വിധിയെ ഇങ്ങനെ ആക്കിയ ഈശ്വരനും ഇവരെ കൈയൊഴിഞ്ഞ മട്ടാണ്. ഭൂഖ് സേ സൂഖ് ഓട്ട് ജബ് ജാത്തെ, ദാത്ത ഭാഗ്യവിധാത്ത സേ ക്യാ പാത്തേ, ഘോട്ട് ആസൂ കെ പീക്കർ രഹ ജാത്തെ, ഇവർക്ക് ആകെ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ കണ്ണുനീര് കുടിച്ച്, ഘൂട്ട്, ആ കണ്ണുനീര്, ആസു കണ്ണുനീര്, അതിൻ്റെ ഘൂട്ട് പീന മത്ലബ് അത് തന്നെ കുടിക്കുക. ഘൂട്ട് ആസുവും കെ പീക്ക, ഒരു കവിള്, ഘൂട്ട് എന്ന് പറയുമ്പം കവിള്, ഒരു കവിള് കണ്ണുനീര് തന്നെ അവർക്ക് കുടിച്ച് തൃപ്തരാകേണ്ടി വരുന്നു. പിന്നീട് ഇനിയുള്ള അവസ്ഥ അതിനേക്കാളും ദയനീയമാണ്. ചാട്ട് രഹേ ജൂഠി പത്തൽ വേ സഭി സടക് പർ ഖടേ ഹുവേ, പിന്നെ കവി കാണുന്നത് റോഡ് സൈഡിൽ ഈ ഒരു യാചകനും അവരുടെ മക്കളും എല്ലാം കൂടെ നിന്നിട്ട് ചാട്ട് രഹേ ജൂഠി പത്തൽ, ജൂഠി എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ എച്ചിൽ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവരെല്ലാവരും നിന്ന് റോഡ് സൈഡിൽ നിന്ന് നക്കുക, ആ ഒരു സീനാണ് കവി കാണുന്നത്. ഓർ പിന്നെ ഒരു ഭയാനകമായ ദൃശ്യം, झपट लेने को उनसे കുത്തേ ഭീ ഹേ അടേ ഹുവേ, ആ എച്ചിൽ ഈ ഭിക്ഷക്കാരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ വേണ്ടി തട്ടിപ്പറിക്കാൻ വേണ്ടി തെരുവ് നായ്ക്കൾ റെഡിയായിട്ടിരിക്കുകയാണ്. കുത്തേ ഭീ ഹേ അടേ ഹുവേ മീൻസ് നല്ല ഉറപ്പ് ചങ്കൂറ്റത്തോടെ പട്ടികൾ നിൽക്കുകയാണ്. കാരണം നായ്ക്കളുടെ അധികാരമാണ് എച്ചിൽ, റോഡ് സൈഡിലെ എച്ചിൽ നായ്ക്കളുടെ ഭക്ഷണമാണ്. അപ്പോൾ ആ ഒരു ബോധം നായ്ക്കൾക്കുണ്ട്. അപ്പോൾ ഇവർക്ക്, ഈ മനുഷ്യകോലങ്ങൾക്ക് റോഡ് സൈഡിലെ എച്ചിലിന് പോലുമുള്ള അവകാശമില്ല. അത് നക്കിക്കൊണ്ടിരിക്കുമ്പം അവരുടെ ആ എച്ചിൽ തട്ടിപ്പറിക്കാൻ കുറേ നായ്ക്കൾ നല്ല റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഈ ഭയാനകമായ ഒരു മനുഷ്യകോലങ്ങളുടെ അവസ്ഥയാണ് കവി വർണ്ണിക്കുന്നത്. चाट रहे जूठी पत्तल वे सभी सड़क पर खड़े हुए और झपट लेने को उनसे
कुत्ते भी हैं अड़े हुए. ഇതെല്ലാം കണ്ടുകൊണ്ട് കവിയുടെ ഹൃദയം സിമ്പതി കൊണ്ട് എമ്പതി കൊണ്ട് വളരെയധികം, കാരണം ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു നിരാല. പല പ്രാവശ്യവും അദ്ദേഹത്തിന് ഒന്നും തന്നെ ഭക്ഷണം വളരെ കുറവ്, കാരണം കയ്യിൽ പൈസ ഇരിക്കില്ല. എപ്പോൾ എന്ത് വന്നാലും ആവശ്യക്കാരെ കാണുമ്പോൾ അങ്ങ് കൊടുക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, ടെഹറോ അഹോ മേരെ ഹൃദയ മേ ഹേ അമൃത് മേ സീഞ്ച് ദൂങ്ക. നിൽക്കൂ, നിങ്ങൾ ദയവ് ചെയ്താ എച്ചിൽ നക്കി തിന്നരുത്. മേരെ ഹൃദയമേ ഹേ അമൃത്, എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും അമൃതുണ്ട്. നിങ്ങളെ നട്ടു വളർത്താനുള്ള ഒരു ധൈര്യം, ആ ഒരു നന്മ എൻ്റെ മനസ്സിലുണ്ട്. മേരെ ഹൃദയമേ ഹേ അമൃത് മേ സീഞ്ച് ദൂങ്ക. ഞാൻ നിങ്ങളെ എൻ്റെ നന്മയാകുന്ന എൻ്റെ അമൃത് കൊണ്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ നന്മ കൊണ്ട് ഞാൻ നിങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കാം. അഭിമന്യു ജൈസെ ഹോ സക്കോഗെ തും. പിന്നീടൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് അഭിമന്യു ജൈസെ ഹോ സക്കോഗെ. അഭിമന്യു നമുക്കറിയാവുന്നതാണ്, അർജുനൻ്റെ മകൻ അഭിമന്യു വീരനായ ബാലനായിരുന്നു. ചക്രവ്യൂഹത്തിൽ പെട്ടുപോയ അഭിമന്യു വെറുതെ അങ്ങ് പകച്ചു നിന്നില്ല. തൻ്റെ സിറ്റുവേഷനോട് പൊരുതാൻ വേണ്ടിയുള്ള സർവ്വശ്രമങ്ങളും അഭിമന്യു നടത്തി. ഒരു കൊച്ചു ബാലനായിരുന്നെങ്കിലും തൻ്റെ അമ്മയുടെ ഉദരത്തിൽ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ടാണ് അഭിമന്യു ഈ ചക്രവ്യൂഹിനെ പറ്റി കേട്ടതെന്നാണ് ഐതിഹ്യം പറയുന്നത്. എന്നിട്ട് കൂടി ആ എൻഡിങ് കേൾക്കാൻ പറ്റിയില്ല, കാരണം അമ്മ ഉറങ്ങിപ്പോയെന്നാണ് പറയുന്നത്. എന്നാലും ആ കേട്ട അറിവുകൊണ്ട് ആ ചക്രവ്യൂഹ് ഭേദിക്കാനുള്ള സർവ്വശ്രമവും അഭിമന്യു നടത്തി. അപ്പോൾ ആ അഭിമന്യുയെ പോലെ ആകാൻ പറ്റണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഭിക്ഷ യാചിക്കേണ്ട ഒരു അവസ്ഥയിൽ വന്നെങ്കിൽ ഞാൻ നിങ്ങളെ, എൻ്റെ നന്മ കൊണ്ട് ഞാൻ നിങ്ങളെ എന്നാലാവുന്ന നിങ്ങളെ രക്ഷിക്കാം. പക്ഷേ നിങ്ങളും നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ, നിങ്ങളും രക്ഷപ്പെടാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഏതുപോലെ? അഭിമന്യു ശ്രമിച്ച പോലെ. എല്ലാ സിറ്റുവേഷനും നിങ്ങൾക്ക് അനുകൂലം ആവത്തില്ല ഒരിക്കലും. അഭിമന്യുക്ക് സിറ്റുവേഷൻസ് എല്ലാം അനുകൂലമല്ലായിരുന്നു, പക്ഷേ അഭിമന്യു അതിന് എതിരെ പൊരുതി നേടിയതാണ്. അപ്പോൾ ആ ഒരു അഭിമന്യുടെ സ്പിരിറ്റ് നിങ്ങളിലും ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടാവണം. തുമാരെ ദുഃഖ് മേ അപ്നെ ഹൃദയമേ കീഞ്ച് ലൂങ്ക. നിങ്ങളുടെ വിഷമങ്ങൾ ഞാൻ എൻ്റെ ഹൃദയത്തിന് എൻ്റേതായി മാറ്റും. ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങൾ ഒപ്പിയെടുക്കും. പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അഭിമന്യു ജൈസെ ഹോ സക്കോഗെ തും. ഈ ഒരു ചോദ്യചിഹ്നത്തോടു കൂടിയാണ്. ബെഗറിയെ പ്രോത്സാഹിപ്പിക്കുകയല്ല. ഭിക്ഷക്കാരെ കാണുമ്പം നമ്മൾ ഭിക്ഷ അവർക്ക് കൊടുത്തിട്ട് അവരെ പിന്നെയും ഭിക്ഷയിലേക്ക് തന്നെ ആ ഒരു ആത്മാഭിമാനം വിട്ട് ജീവിക്കാനുള്ള ഒരു പ്രേരണയല്ല കൊടുക്കുന്നത്. നിരാല പറയുന്നത്, ഞാൻ എൻ്റെ ഹൃദയമാകുന്ന അമൃതം കൊണ്ട്, എൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്ന നന്മ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കാം. പക്ഷെ നിങ്ങളും അഭിമന്യുവിനെ പോലെ പൊരുതാൻ പഠിക്കണം. അതാണ് ഈ ഒരു കവിതയുടെ സന്ദേശം തന്നെ. ഇത് 2013-15 നമ്മൾ ആൻറ്റി ബെഗറി ആക്റ്റ് ഒക്കെ വരുന്നതിന് മുമ്പ്, വർഷങ്ങൾ മുമ്പ് എഴുതിയൊരു പോയാണ്. അപ്പോൾ ഇതിനെ ആ ഭാവതലത്തിലേക്ക് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് ഓൾമോസ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. NCERT ने काफ़ी अच्छा वाचन किया है इस कविता का, जो मैं आपके साथ शेयर करना चाहूँगी. इसका आस्वादन कीजिए. वह आता दो टूक कलेजे के करता, पछताता पथ पर आता. वह आता दो टूक कलेजे के करता, पछताता पथ पर आता. पेट पीठ दोनों मिलकर हैं एक, पेट पीठ दोनों मिलकर हैं एक. चल रहा लकुटिया टेक, चल रहा लकुटिया टेक. मुट्ठी भर दाने को, भूख मिटाने को. मुट्ठी भर दाने को, भूख मिटाने को. मुंह फटी पुरानी झोली का फैलाता, मुंह फटी पुरानी झोली का फैलाता. दो टूक कलेजे के करता,
पछताता पथ पर आता। दो टूक कलेजे के करता, पछताता पथ पर आता। साथ दो बच्चे भी हैं सदा हाथ फैलाए। साथ दो बच्चे भी हैं सदा हाथ फैलाए। बाएं से वे मलते हुए पेट चलते हैं। बाएं से वे मलते हुए पेट चलते हैं और दाहिना दया दृष्टि पाने की ओर बढ़ाए। भूख से सूख ओंठ जब जाते, भूख से सूख ओंठ जब जाते, दाता भाग्य विधाता से क्या पाते। दाता भाग्य विधाता से क्या पाते। दो घूंट आंसुओं के पीकर रह जाते। दो घूंट आंसुओं के पीकर रह जाते। चाट रहे हैं जूठी पत्तल कभी सड़क पर खड़े हुए। चाट रहे हैं जूठी पत्तल कभी सड़क पर खड़े हुए और झपट लेने को उनसे कुत्ते भी हैं अड़े हुए। और झपट लेने को उनसे कुत्ते भी हैं अड़े हुए। ഫ്രീ വേഴ്സ് എന്താണ്? കവിതയ്ക്ക് ബന്ധനം ഇഷ്ടമല്ല, മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ഇഷ്ടമുള്ളതുപോലെ കവിതയും മുക്തമാവണം എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ പരിമളിലെ പ്രോലോഗിൽ ഫ്രണ്ടിൽ തന്നെ അദ്ദേഹം ആമുഖത്തിൽ തന്നെ അദ്ദേഹം ഇത് എഴുതിയിട്ടുണ്ട്. അതാണ് ഈ വാക്കുകൾ. ഫ്രീ വേഴ്സ് എന്താ? അത് ഹിന്ദി കാവ്യ ലോകത്ത് മാറ്റിമറിച്ചൊരു സംഭവമാണ്, അതുകൊണ്ടാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇതാണ് ഫ്രീ വേഴ്സ്. मुक्त छंद अथवा फ्री वर्स के बारे में ये लिखा गया है. लाइक ह्यूमन्स लॉन्ग फॉर फ्रीडम, पोइट्री ऑल्सो वॉन्ट्स टू बी फ्री. द वे ह्यूमन्स सीक टू गेट रिड ऑफ द बॉन्डेज ऑफ कर्मा, द पोएम सीक्स टू ब्रेक अवे फ्रॉम द रूल ऑफ वर्सेस. ये है फ्री वर्स. जैसे एज ह्यूमन्स लॉन्ग फॉर फ्रीडम, मनुष्य को मुक्ति स्वतंत्रता बहुत प्यारी है, उसी प्रकार पोइट्री को भी मुक्ति चाहिए. ये कवि ने उस समय कहा जब कविता केवल छंदबद्ध रूप से लिखी जाती थी. द वे ह्यूमन्स सीक टू गेट रिड ऑफ बॉन्डेज ऑफ कर्मा, द पोएम ऑल्सो सीक्स टू ब्रेक अवे फ्रॉम द रूल ऑफ वर्सेस. ये जो नियम है, रूल, कविता लिखने के नियम के बंधन में बंधना कविता नहीं चाहता, कविता मुक्ति चाहती है, ये निराला ने कहा. और वहीं से मुक्त छंद में कविताएं लिखना आरंभ हुआ. പോയിട്രിയുടെ എല്ലാ ഭാവതലങ്ങളും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഹിന്ദി ലിറ്ററേച്ചറിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ എപ്പോഴും സന്നദ്ധരാണ്. എന്തെങ്കിലും ഇതിലൊരു പോരായ്മകളുണ്ട്, ഈ ക്ലാസ് എടുക്കുന്ന രീതി എന്തെങ്കിലും മെച്ചപ്പെടുത്താനുള്ള എന്തെങ്കിലും ക്രിയേറ്റീവ് സജഷൻസ് ഉണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ബോക്സിലിടുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.